ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചപ്പാത്തിയോടും അപ്പത്തിനോടൊക്കെ കഴിക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ്. മുട്ടയെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. കറിക്കായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഇതൊരു 3 സ്പൂൺ കപ്പലണ്ടിയാണ്. നമുക്ക് തക്കാളിയും കപ്പലണ്ടിയും നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. തക്കാളിയും കപ്പലണ്ടിയും ഞാനിപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. പൊടി ഇപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ ഇപ്പം ഞാൻ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. സവാളയുടെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഈ സമയത്താണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കപ്പലണ്ടിയും ചേർന്നുള്ള അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് അരപ്പ് കഴുകിയ വെള്ളമാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഒരു 1/4 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. കറിയിൽ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1-2 നിമിഷം വെച്ച ശേഷം നമുക്ക് കറി ഇറക്കാം. നമ്മുടെ കറിയെല്ലാം ഇപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ മുട്ടക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.